വെൽക്കം ടു മാസ്റ്റർ മൈൻ എഡ്യൂക്കേഷൻ ഓൺലൈൻ ക്ലാസ്സസ്. നമ്മളിന്നിവിടെ എടുക്കാൻ പോകുന്ന പ്രൊഡക്ഷൻ ഫങ്ഷൻസിലെ ചില ഫാക്ടേഴ്സുകൾ കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഒരുപാട് കൺസെപ്റ്റ് പറഞ്ഞു, പ്രൊഡക്ഷൻസ് കൺസെപ്റ്റുകളൊക്കെ പറഞ്ഞു. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ ഫാക്ടേഴ്സുകളൊക്കെയാണ് ദാറ്റ് ഇൻഫ്ലുവൻസ് പ്രൊഡക്ഷൻ ഫങ്ഷൻസിൻ്റെ കീ ഫാക്ടേഴ്സുകൾ എന്തൊക്കെയാണ്? കീ ഫാക്ടേഴ്സുകൾ വരുന്ന പ്രൊഡക്ഷൻ ഫങ്ഷൻസിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എന്തൊക്കെയാണ് വരുന്നത്? ഒന്ന് ടെക്നോളജി, ആധുനിക ടെക്നോളജി നമ്മൾ പറയുന്നത് അല്ലേ. അഡ്വാൻസ് ഇൻ ടെക്നോളജി ക്യാൻ ലീഡ് ടു മോർ എഫിഷ്യൻറ്റ് ആൻഡ് എഫക്റ്റീവ് അഡ്വാൻസ് ടെക്നോളജി കുറച്ചൊന്ന് കൈ തട്ടിപ്പോയതാണ്. അഡ്വാൻസ് ടെക്നോളജി ക്യാൻ ലീഡ് ടു മോർ എഫിഷ്യൻറ്റ് ആൻഡ് എഫക്റ്റീവ് പ്രൊഡക്ഷൻ പ്രോസസ് റിസൾട്ട് ഇൻ ഹയർ ഔട്ട്പുട്ട് ആൻഡ് ലോവർ കോസ്റ്റ്. ടെക്നോളജി കൂടുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്തുണ്ട്, ഹയർ പ്രൈസ് ഉള്ളത് എന്താവും, മാറിയിട്ട് ലോവർ പ്രൈസ് ആവും. അതുപോലെ തന്നെ എന്ത് ചെയ്യും, ഹയർ ലെവലിൽ ഔട്ട്പുട്ട് വരും. നമ്മൾ നേരത്തെ ടെക്നോളജിയെ കുറിച്ച് പറഞ്ഞിരുന്നു. അതൊരു എന്താണ് ഫാക്ടേഴ്സ് ആണ് പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ. രണ്ടാമത്തെ ഫാക്ടേഴ്സ് എന്താണ്? ലേബറാണ്. ലേബർ ഉണ്ടാകുമ്പോൾ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ലേബർ അവൈലബിൾ ക്യാൻ ഹാവ് ആൻ ഇമ്പാക്ട് ഓൺ ദി എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഓഫ് ദി പ്രൊഡക്ഷൻ ഫങ്ഷൻസ്. ലേബർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പാക്ട് ചെയ്യാം. ക്വാളിറ്റി, അതിൻ്റെ ക്വാളിറ്റി, അതുപോലെ ക്വാണ്ടിറ്റി ഓഫ് ലേബർ. ലേബറിനനുസരിച്ചാണ് നമുക്ക് എന്തെങ്കിലും ഒരുപാട് തൊഴിലാളികളുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വസ്തുക്കൾ ഉണ്ടാക്കാം. അവൈലബിൾ ക്യാൻ ഹാവ് ആൻ ഇമ്പാക്റ്റ് ഓൺ ദി എഫിഷ്യൻസി. നമുക്ക് നല്ല രീതിയിൽ എഫിഷ്യൻസിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പാക്ട് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതിലെന്ത് വേണം? ലേബർ വേണം. പിന്നെ വേണ്ട എന്താണ്? ക്യാപിറ്റൽ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ലേബർ, ലാൻഡ്, വാട്ടർ, ക്യാപിറ്റൽ, റോ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതൊക്കെ അതിൻ്റെ ഫാക്ടേഴ്സാണ്. നമ്മൾ ജസ്റ്റ് നമ്മളൊന്ന് പറഞ്ഞു പോയിട്ടുള്ളൂ. അതിൻ്റെ ഒരു വിശദീകരണത്തിലോട്ടാണ് നമ്മൾ കിടക്കുന്നത്. ക്യാപിറ്റൽ, the availability and the quality of capital such as machinery, equipment. എന്തൊക്കെയാണ് ക്യാപിറ്റൽ? നമ്മൾ നേരത്തെ പറഞ്ഞ മെഷീനറി, എക്യുപ്മെൻറ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഇൻഫ്രാസ്ട്രക്ചർ എന്താ? ബേസിക് ഫെസിലിറ്റിയാണ്. ഒരു ബേസിക് ഫെസിലിറ്റിയാണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റിയാണ് ഇൻഫ്രാസ്ട്രക്ചർ പറയുന്നത്. ഇറ്റ് ക്യാൻ അഫക്ട് ദി എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്സ് ഓഫ് പ്രൊഡക്ഷൻ. ക്യാപിറ്റൽ എന്തായിരിക്കണം? വേണം. ടെക്നോളജി വേണം, അതുപോലെ ലേബർ വേണം. പിന്നെ പറഞ്ഞത് റോ മെറ്റീരിയൽസ്. റോ മെറ്റീരിയൽസ് വേണം. എന്തൊക്കെയാണ് റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്? അത് അവൈലബിലിറ്റി, അതുപോലെ തന്നെ അത് സാധനങ്ങളുടെ അവൈലബിലിറ്റി, കണക്കുകൾ, അതിൻ്റെ ക്വാളിറ്റികൾ, അതിൻ്റെ ഓരോ റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റുകൾ ഒക്കെ എന്ത് ചെയ്യണം? പ്രൊഡക്ഷൻ പ്രോസസ്സിനെ ബാധിക്കുന്നതാണ്. ഒരു പ്രൊഡക്ഷനായിട്ട് ഔട്ട്പുട്ടായിട്ട് വരണമെങ്കിൽ അതിൻ്റെ റോ മെറ്റീരിയൽസ് ബാധിക്കും. റോ മെറ്റീരിയൽസ് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ക്വാളിറ്റി ഉണ്ട്, അതിൻ്റെ അവൈലബിലിറ്റി, അതിൻ്റെ എത്ര ബാലൻസ് ഉണ്ട്, അതുപോലെ അതിൻ്റെ കോസ്റ്റുകളൊക്കെ എന്തുണ്ട്, എത്രത്തോളം കോസ്റ്റ് ഉണ്ട് എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ നോക്കിയിട്ടാണ് പ്രൊഡക്ഷൻ പ്രോസസ്സ് നടത്തുന്നത്. പിന്നെ അഞ്ചാമത്തെ തന്നെ ഗവൺമെൻറ് പോളിസീസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഗവൺമെൻറ് പോളിസീസ്. ഈ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് നടത്തണമെങ്കിൽ ഔട്ട്പുട്ടിൻ്റെ വരണമെങ്കിൽ ഗവൺമെൻറ്റിനെ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ്? ടാക്സ്. ടാക്സ് എന്ന് പറയുന്നത് ഗവൺമെൻറ് മെയിനായിട്ട് ഒരു വരുമാനമാണ്. മറ്റുള്ളയിടത്ത് നിന്ന് ഈടാക്കുന്ന ഒരു നികുതി എന്ന് പറയുന്നു വരുമാനമാണ്. ഗവൺമെൻറ് കിട്ടുന്ന ഏക വരുമാനമാണ് ടാക്സ്. മറ്റാർക്കും ഇത് നേടാൻ പറ്റില്ല. ഗവൺമെൻറ് മാത്രമേ ഈ ടാക്സ് നിന്ന് വരുമാനം നേടാൻ പറ്റുള്ളൂ. ടാക്സുകൾ എന്ത് ചെയ്യുന്നു? ഗവൺമെൻറ് പോളിസിയിൽ നിന്ന് ഈടാക്കുന്നു. അതുപോലെ കുറച്ച് സബ്സിഡീസുകളൊക്കെ എന്ത് ചെയ്യുന്നു? ഗവൺമെൻറ് കൊടുക്കുന്നു. ആൻഡ് റെഗുലേഷൻ ക്യാൻ എഫക്ട് ദി കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷനിലൊക്കെ എന്തൊക്കെ വരും? ഔട്ട്പുട്ട് കൊടുക്കുമ്പോൾ ടാക്സ് വരും. ചില സമയത്ത് അതിന് സബ്സിഡി കൊടുക്കാൻ പറ്റും. ഗവൺമെൻറ് അതിന് പോളിസി ഇറക്കി കൊടുക്കും. ചില സമയത്ത് എന്ത് ചെയ്യുന്നു? അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി രീതിയിലൊക്കെ പ്രൊഡക്ഷൻ ചെയ്യാനുള്ള അനുവാദം ഗവൺമെൻറ് കൊടുക്കുന്നു. ആ ഗവൺമെൻറ് പോളിസീസിൽ വരുന്നതാണ്. ഇനി പ്രൊഡക്ഷൻ ഫങ്ഷൻ. ഇതുവരെ പ്രൊഡക്ഷനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രൊഡക്ഷനെ കുറിച്ച് പറഞ്ഞു. എന്തൊക്കെയാണ് നമ്മൾ പ്രൊഡക്ഷനെ കുറിച്ച് പറഞ്ഞത്? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതിൻ്റെ കീ ഫാക്ടേഴ്സുകൾ പറഞ്ഞു, പ്രൊഡക്ഷൻ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ റീസൺസുകൾ പറഞ്ഞു, അതിൻ്റെ ഫാക്ടേഴ്സുകൾ പറഞ്ഞു. ഇനി പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്താണ്? നമ്മൾ സപ്ലൈ ഫങ്ഷൻ, ഡിമാൻഡ് ഫങ്ഷൻ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പറഞ്ഞിരുന്നു അല്ലേ. അതുപോലെ പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്താണ്? ദ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് അണ്ടർ എ സർട്ടൻ ടെക്നോളജി ഈസ് റെഫർ ടു ആസ് ദി പ്രൊഡക്ഷൻ ഫങ്ഷൻ ഇൻ ദി എക്കണോമിക്സ്. ഒരു എക്കണോമിക്സ് പറയുകയാണെങ്കിൽ ടെക്നോളജി പരമായിട്ട് ഒരു ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് പ്രൊഡക്ഷൻ ഫങ്ഷൻ പറയുന്നത്. ഫിസിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്.
ഒരു സെർട്ടേൺ ടെക്നോളജി, ചെറിയൊരു ടെക്നോളജി പ്രകാരം നോക്കുകയാണെങ്കിൽ തന്നെ അവിടെ ചെറിയൊരു വസ്തു ഉണ്ടാവണമെങ്കിലും അവിടെ ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും വരണം. ഒരു ഔട്ട്പുട്ട്, ചെറിയൊരു ഔട്ട്പുട്ട് വരണമെങ്കിൽ എന്ത് വേണം? നമ്മളിപ്പോൾ കേൾക്കുന്ന ഒരു ക്ലാസ് ആണെങ്കിലും ഒരു സംവിധാനമാണെങ്കിലും ഒക്കെ എന്ത് വേണം? നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടേണ്ടത് എന്താണ്? ഇൻപുട്ട് വേണം. നമ്മൾ എക്സാമ്പിൾ നമ്മുടെ ബോർഡ് തന്നെ എടുത്ത് നോക്കി. ഈ ബോർഡിലേക്ക് ഈ ഒരു ഔട്ട്പുട്ട് ഉണ്ടാകുന്നത് എന്താണ്? നമ്മളത് ഇൻപുട്ട് കൊടുത്തിട്ടാണ്. നമ്മൾ ഇൻപുട്ട് കൊടുക്കാതെ വരുന്ന സമയത്താണ് നമ്മൾ പേഷ്യൻ്റ് ആയിട്ട് മറ്റുള്ള രീതിയിലൊക്കെ നമുക്ക് സ്ട്രെസ് അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഏത് സംഭവം അങ്ങനെ തന്നെയാണ്. കൺസിഡർ 2 ഇൻപുട്ട്സ്. നമുക്ക് 2 ഇൻപുട്ട് നമുക്ക് എന്താ പ്രത്യേകമായിട്ട് പറയാം. ഒന്നെന്താണ്? ലേബർ, തൊഴിലാളികൾ, മറ്റൊന്ന് ക്യാപിറ്റൽ. നമ്മളൊരു ഫാക്ടേഴ്സിൽ പറഞ്ഞത് ലേബറും അതുപോലെ തന്നെ ക്യാപിറ്റലും. അപ്പോൾ ആസ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതൊക്കെ എന്താണ്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. ദെൻ ദ പ്രൊഡക്ഷൻ ഫങ്ഷൻ ആസ് ക്യാൻ ബി എക്സ്പ്രസ് ആസ്, പ്രൊഡക്ഷൻ ഫങ്ഷൻ നമുക്ക് എന്ത് എക്സ്പ്രസ് ചെയ്യാം? Q = F of L K. F എന്ന് പറയുന്ന ഫാക്ടേഴ്സ്, Q എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്, അതുപോലെ തന്നെ L എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ലേബർ ഇൻപുട്ട്, K എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ. അതായത് 2 things to consider. അവിടെ എന്തൊക്കെയാണ്? ലേബറും ക്യാപിറ്റലും നമ്മൾ പറഞ്ഞു, 2 ഇൻപുട്ടുകൾ നമ്മൾ പറഞ്ഞു. The production function must be taken into account in relation to a specific time frame, such as short term period and long term period. ചില 2 ടൈം പീരീഡുകളുണ്ട്, ഷോർട്ട് റണ്ണും മറ്റൊന്ന് ലോങ് റണ്ണും. അതാണ് ഷോർട്ട് ടൈം പീരീഡ് ഉണ്ടാവും, അതുപോലെ തന്നെ ലോങ് ടൈം പീരീഡ് ഉണ്ടാവും. നമുക്ക് ചിലപ്പോൾ എന്ത് ഉണ്ടാവും? ഇപ്പോൾ എക്സാമിനൊക്കെ ഷോർട്ട് പീരീഡ് ഉണ്ടാവുള്ളൂ, കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നാൽ ലോങ് ടൈം പീരീഡ് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരുപാട് സമയങ്ങൾ ബാക്കി ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? കുറച്ച് പിറകിലോട്ട് നിൽക്കുന്നു. അതാണ് ഫ്രെയിം, ടൈം ഫ്രെയിം. അതിൻ്റെ മെത്തേഡ്, ടൈമിൻ്റെ മെത്തേഡാണ് ഒന്നാമത്തെ കേസ് പറയുന്നത്. ഫസ്റ്റ്. സെക്കൻഡ് പറയുന്നത് ദ സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി അഫക്ട് ദ പ്രൊഡക്ഷൻ ഫങ്ഷൻ. പിന്നെ ടെക്നോളജി പ്രകാരം എന്ത് ചെയ്യും? അതിൻ്റെ പ്രൊഡക്ഷൻ ഫങ്ഷൻസിൽ ബാധിക്കുന്നു. 2 കേസുകൾ പറഞ്ഞു. ഒന്ന് പറയുന്നത് ടൈം ഫ്രെയിം. എന്തൊക്കെയാണ് ടൈം ഫ്രെയിം? ഒന്ന് ഷോർട്ട് ടൈം പീരീഡും മറ്റേ ലോങ് ടൈം പീരീഡും. പിന്നെ പറഞ്ഞത് ടെക്നോളജിയാണ് രണ്ടാമത്തെ പറഞ്ഞത്. അപ്പോൾ ഒന്നാമത്തെ എന്താ? ഷോർട്ട് ടേം പ്രൊഡക്ഷൻ ഫങ്ഷൻ, ഷോർട്ട് ടൈം പീരീഡും ലോങ് ടൈം പീരീഡും പറഞ്ഞു. അപ്പോൾ ഈ ഷോർട്ട് ടേം പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്താണ്, ലോങ് ടേം പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്താണ്, നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒന്നാമത്തെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഷോർട്ട് ടേം പ്രൊഡക്ഷൻ ഫങ്ഷൻ. എന്താണ് ഷോർട്ട് ടേം പ്രൊഡക്ഷൻ ഫങ്ഷൻ? നമ്മൾ പറഞ്ഞല്ലോ ഇപ്പോൾ ഷോർട്ട് ടേം പീരീഡ്. അത് തന്നെയാണ് ഷോർട്ട് ടേം പ്രൊഡക്ഷൻ ഫങ്ഷൻ ഈസ് എ കൺസെപ്റ്റ് ഇൻ എക്കണോമിക്സ് ദാറ്റ് ഷോസ് ദി റിലേഷൻ ബിറ്റ്വീൻ ദ ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്ട് ആൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് produced in the short run while holding other factors constant. Usually ലേബർ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ചെറിയ രീതി ഷോർട്ട് റൺ ആയിട്ട് കുറച്ച് ഇതിൽ എന്ത് ഈടാക്കുന്ന സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അതായത് ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്ടും ഔട്ട്പുട്ടും എന്ത് ചെയ്യുന്നുണ്ട്? റിലേഷൻ വരുന്നുണ്ട്. യൂഷ്വലി ലേബർ മാത്രം യൂസ് ചെയ്തുകൊണ്ട് മറ്റുള്ള ഫാക്ടേഴ്സിനെ, ക്യാപിറ്റൽ ആയിക്കോട്ടെ ലാൻഡ് ആയിക്കോട്ടെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഒക്കെ നേരെ ബാലൻസ് ചെയ്തുകൊണ്ട് വെച്ചിട്ട് ലേബറിന് മാത്രം എടുത്തുകൊണ്ട് ചെയ്യുന്ന കൺസെപ്റ്റിനാണ് ഷോർട്ട് റൺ എന്ന് പറയുന്നത്. ദ ഷോർട്ട് റൺ ഈസ് ഡിഫൈൻഡ് ആസ് ദി ടൈം പീരീഡ് ഡ്യൂറിംഗ് വിച്ച് അറ്റ് ലീസ്റ്റ് 1 ഇൻപുട്ട് ഈസ് ഫിക്സഡ് വൈൽ അതേഴ്സ് ആർ വേരിയബിൾ. ഒന്നെന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. കാരണം ലേബർ ഉണ്ടാകുമ്പോൾ ഒരു പ്രോഡക്റ്റ് ഫിക്സഡ് ആയിരിക്കും. ഷോർട്ടർ പീരീഡ് ഉണ്ടാവുള്ളൂ. എന്തൊക്കെയാണ് ഉദാഹരണം പറയാം ഷോർട്ടർ പീരീഡിന്? നമ്മൾ ഉപയോഗിക്കുന്ന ബ്രെഡ് ഐറ്റംസുകൾ, അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റുള്ള കാര്യങ്ങൾക്ക് എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ച് മിൽക്ക് ഐറ്റംസുകൾ, അതുപോലെ തന്നെ മെഡിസിൻസുകളൊക്കെ എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. അതൊക്കെ ഷോർട്ട് ടേം പീരീഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ പീരീഡിൽ നമുക്ക് എന്തേ ഉള്ളൂ? അത് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വസ്തുക്കളൊക്കെ എന്താവും? കേടായിട്ട് പോകും. In the example പറഞ്ഞ ഷോർട്ട് ടേം, എ ഫേം മേ നോട്ട് ഏബിൾ ടു ഇൻക്രീസ് ഇസ് ക്യാപിറ്റൽ സ്റ്റോക്ക്. നമുക്ക് എന്തെങ്കിലും സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് എന്തായാലും കേടുവന്ന് പോകും. ബട്ട് ഇറ്റ് ക്യാൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ എമൗണ്ട് ഓഫ് ലേബർ ഇറ്റ് യൂസസ്. ലേബർ യൂസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? എമൗണ്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ നമുക്ക് എന്ത് ചെയ്യാം? ചെയ്യാവുന്നതാണ്. ദ പ്രൊഡക്ഷൻ ഫങ്ഷൻ സ്പെസിഫൈ ദ മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ് വിത്തിങ് എ ഗിവൺ കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട്. നമ്മൾ കിട്ടിയിട്ടുള്ള ഇൻപുട്ട് വെച്ചിട്ട് എന്ത് ചെയ്യും? പ്രൊഡക്ഷൻ ഫങ്ഷൻസ് മെയിൻലി മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നു? ഉണ്ടാക്കുന്നു. കിട്ടിയിട്ടുള്ള ഇൻപുട്ട് വെച്ചിട്ട് മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. കാരണം എന്താ? നമ്മൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇൻപുട്ട് കിട്ടിയോ ആ ഇൻപുട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും? മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ നോക്കുന്നു. അതാണ് പ്രൊഡക്ഷൻ ഫങ്ഷൻസ് സ്പെസിഫൈ ചെയ്യുന്നത്. മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ് വിത്തിൻ ദ ഗിവൺ ഓഫ് ഇൻപുട്ട്.
ഇനി മറ്റൊന്നത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. എന്നാൽ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞ ഷോർട്ട് റൺ എന്ന് പറഞ്ഞാൽ കുറച്ചുള്ളൂ പീരീഡ് ഉണ്ടാവുള്ളൂ, ലോങ് റണ്ണിൽ കുറേ പീരീഡ് ഉണ്ടാവും, ടൈം പീരീഡ് ഉണ്ടാവും. The long run production function is a concept in economics. Economics concept പറയുകയാണെങ്കിൽ എന്താണ് ലോങ് റൺ? That shows the relation between the quantity of input and the quantity of output produced in the long run. മറ്റെന്താ ഷോർട്ട് റൺ ആയിരുന്നു. While allowing all factors to be variable. അവിടെ എല്ലാ ഫാക്ടേഴ്സും ഉണ്ട്. ഷോർട്ട് റണ്ണിൽ ആര് മാത്രമേ ഉള്ളായിരുന്നു? ലാബർ മാത്രമേ ഉള്ളായിരുന്നു. ലോങ് റൺ ആരൊക്കെ ഉണ്ട്? ലാബറുണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, ടെക്നോളജി ഉണ്ട്. ഇത് മൂന്നും എന്ത് ചെയ്യുന്നുണ്ട്? വേരിയബിളാണ് എല്ലാ ഫാക്ടേഴ്സും. മറ്റത് ഒന്ന് മാത്രമേ വേരിയബിൾ ഉള്ളൂ, അത് ആരാണ്? ലാബറാണ്. ഇതിലെല്ലാം വേരിയബിളാണ്, എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം എന്താ, എല്ലാം യൂസ് ചെയ്യാനുള്ള ടൈം ഇവിടെ കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് എല്ലാം യൂസ് ചെയ്യുന്നത്. ഇൻ ദ ലോങ് റൺ പറയുകയാണെങ്കിൽ ഫേം ക്യാൻ അഡ്ജസ്റ്റ് തിങ്സ് ഇൻപുട്ട്. ഫേമിന് എന്ത് ചെയ്യാം? അഡ്ജസ്റ്റ് ചെയ്യാം, ഇൻപുട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ടു ഒപ്റ്റിമൈസ് ഹിസ് പ്രൊഡക്ഷൻ പ്രോസസ് ആൻഡ് മാക്സിമം ഹിസ് പ്രോഫിറ്റ്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി ഒരു നമുക്ക് എന്ത് ചെയ്യാം? അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ഇൻപുട്ടുകൾ എന്ത് ചെയ്യാം? ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് പ്രോഫിറ്റ് കിട്ടുന്ന സമയത്ത് ഫ്യൂച്ചറിൽ എക്സ്പെക്റ്റേഷൻ ഫ്യൂച്ചർ എന്ന കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അത് ഫ്യൂച്ചറിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? മാക്സിമം പ്രോഫിറ്റ് ചെയ്യാം. കാരണം ലോങ് റൺ നമുക്ക് എന്ത് ചെയ്യാം? ലോങ് ടേം നമുക്ക് വെക്കാം. കാരണം എന്താ, കേട് വരില്ല സാധനം. നമുക്ക് ലോങ് റൺ എന്ത് ചെയ്യാം? നമുക്ക് സാധനം വെക്കാം, ജനങ്ങൾ എന്ത് ചെയ്യും? വാങ്ങിപ്പോകും. അതാണ് ഇവിടെ പറയുന്നത്. ലാർജ് ഫാക്ടർ ഓഫ് ഇൻവെസ്റ്റ് ഇൻ ന്യൂ ടെക്നോളജി ടു ഇൻക്രീസ് ഹിസ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി. കാരണം ലോങ് റൺ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത്? ഒരുപാട് കപ്പാസിറ്റി നമുക്കതിന് ആ പ്രോഡക്റ്റിന് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ എന്തൊക്കെ പറഞ്ഞു? ഷോർട്ട് റണ്ണിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ ലോങ് റണ്ണിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, നമ്മൾ ഷോർട്ട് റണ്ണും ലോങ് റണ്ണും എന്താണ് സംഭവങ്ങളൊക്കെ നമ്മളൊന്ന് ഇവിടെ പറഞ്ഞു ക്ലാസ്സിൽ. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.